ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന തീക്കോയ് എന്ന സ്ഥലത്താണ്. നമ്മൾ ഇന്ന് ഈ ഇത്രയും കാണുന്ന വണ്ടി ഞാനെല്ലാം കാണിച്ചു തരാം. നമ്മൾ ഒരുപാട് വണ്ടി കളക്ഷൻ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ജീപ്പ് ആയിക്കോട്ടെ, വില്ലീസ് ആയിക്കോട്ടെ, പഴയ അംബാസഡർ ആയിക്കോട്ടെ, നമ്മൾ കാണാത്ത പഴയകാല വണ്ടികൾ ഒരുപാട് ഇവിടെ കളക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹിബാഷ് ബ്രോയെ മീറ്റ് ചെയ്യാം. ബ്രോ, എന്താണ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഹിബാഷ് ബ്രോ ആണ് ഈ വണ്ടികളുടെയൊക്കെ ഓണർ. നമുക്കപ്പം പുള്ളിയോട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് നമുക്ക് ഈ ഒരു വണ്ടി മുതൽ തുടങ്ങാം. ഇത് പഴയ മോഡൽ ജീപ്പാണ്. ബ്രോ, ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു. ഇത് 85 വണ്ടിയാണ്. ഇപ്പോൾ അനിയൻ്റെ പേരിലാണ് വണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ 5 വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള വണ്ടിയാണ്. പഴയ കറക്റ്റ് പോലീസ് ജീപ്പിൻ്റെ കളറല്ലേ? അതെ അതെ. ഇത് പോലീസ്. ഇതന്നെ ഈ സെയിം കളർ തന്നെ അടിച്ചേ? നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് വണ്ടി. ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഓ, അതുകൊണ്ടാണ്. അപ്പം ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമോ? ബാക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വേറെ എന്താണ്, ഗ്രില്ലൊക്കെ വരുമോ? ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്യും. കറക്റ്റ് പഴയ പോലീസ് ജീപ്പിൻ്റെ രീതി തന്നെ. അതെ. ഓ, പിന്നെ ഇതിൻ്റെ ടൂ വീൽ ഏത് വർഷമാണ് കറക്റ്റ് വണ്ടി? ഇത് 85 വണ്ടി. 85 മോഡലാണ്. ബാക്കി ഡീറ്റെയിലൊക്കെ? 85 വണ്ടി നമ്മൾ 5 വർഷമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അനിയൻ്റെ പേരിലാണ് വണ്ടി നിൽക്കുന്നത്. പിന്നെ കുറച്ചധികം പടങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ബാക്ക്ഗ്രൗണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കിടക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ വണ്ടി ഒരു ഇപ്പൊ ഇറങ്ങിയൊരു പടം എന്ന് പറഞ്ഞാൽ കറക്കം എന്ന് പറഞ്ഞൊരു മൂവിയാണ്. കറക്കം. ലാസ്റ്റ് ഇപ്പം വന്നേക്കുന്നത്. അതെ അതെ. പോലീസ് ജീപ്പായിട്ട്. അത് കാലഘട്ടം ഇപ്പൊ മാറിയോണ്ട് ജീപ്പിന്റെ ആവശ്യമില്ല. ഇവിടെ റെസ്റ്റ് ആണ് ഇപ്പൊ. അടുത്തത് 96 മോഡൽ വണ്ടിയാണ്. 97 രജിസ്ട്രേഷൻ. 97 രജിസ്ട്രേഷൻ. 27 വരെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 വീലാണ് വണ്ടി. 4 വീൽ വണ്ടിയല്ലേ? 4 വീൽ. ഓ, ഓപ്പൺ ഗ്ലാസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഒക്കെ ആണോ? അതോ? ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല. അലവിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബോഡി എല്ലാം ഫുൾ ബോഡി പുതിയ കയറ്റിയാണ്. പിന്നെ ഇതൊന്നും അനിയൻ്റെ പേരിൽ തന്നെയാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനായിട്ട് കൊടുക്കുന്നതാണ്. അതെ. ഇപ്പൊ ലാസ്റ്റ് ഒരു മൈജിയുടെ ഒരു ആഡില് ഈ വണ്ടി ഉണ്ട്. മൈജിയുടെ ആഡിലുണ്ടോ? മൈജിയുടെ ആഡിലുണ്ട്. ഓ, ടൂ വീലാണ്. ഡബിൾ ലിവർ അല്ലേ? ഡബിൾ ലിവർ. ഇത് ഓപ്പൺ ആക്കാം. നമുക്ക് ഓപ്പൺ ആക്കാം. ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റും. ഓ, ഓപ്പൺ ആക്കാം. അല്ലാത്തപ്പോൾ ക്ലോസ് ആക്കി. രണ്ട് ടൈപ്പിലാക്കി. ഓ, അങ്ങനെ. 5 അലോയ്സ് കാര്യങ്ങൾ. ബോഡി എല്ലാം പക്കയല്ലേ? അതെ. ഇത് 95 മോഡല്. 95 പത്മിനി ഹാൻഡ് ഗിയർ വണ്ടിയാണ്. ഹാൻഡ് ഗിയർ അല്ലേ? ഓ, കാണിച്ചോ. ഇതിനകം കാണിച്ച്. കയ്യിലാണ് ഗിയറും കാര്യങ്ങളെല്ലാം വരുന്നത്. കണ്ടില്ലേ? കണ്ടോ? അത് ഗിയർ ഒന്നിട്ട് കാണിച്ചു ബ്രോ. ഇത് ഫസ്റ്റ്. നേരെ താഴെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പിന്നെ ഏറ്റവും താഴെയാണ് റിവേഴ്സ്. ഓ, താഴത്തോട്ട് പ്രസ് ചെയ്യുന്നു. ഇത് ഓടിക്കണ ഇച്ചിരി പാടാ. അതെ അതെ. ജെ എഞ്ചിനാണ്. ഏത് എഞ്ചിനാ? ജെ എ. പഴയ ഫിയറ്റിൻ്റെ എഞ്ചിനാണ്. ഓ, അലൂമിനിയം ആയിരിക്കും അതിൻ്റെ ഹെഡ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ കാണിക്കാം. ബാറ്ററി എല്ലാം ഊരി വെച്ചേക്കാണ്. ഓടാൻ നേരം മാത്രം എടുത്ത് വെക്കും. വേണ്ടല്ലോ, ചുമ്മാ ഇട്ടാലും ബാറ്ററി ഡൗൺ ആകത്തില്ലേ? ഇത് അലൂമിനിയം ആണ് ഹെഡ് വരുന്നത്. ഓ, അലൂമിനിയം വേണ്ടല്ലേ? ഹെഡ്. നമുക്കിത് സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. സത്യം പറഞ്ഞാൽ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ജാസ്കറ്റും ഹെഡും എല്ലാം കംപ്ലൈന്റ് ആവും. അങ്ങനെയുണ്ട്. വണ്ടി ലോങ് ഒക്കെ പോകണമെങ്കിൽ നമ്മൾ നിർത്തി പതിയെ കൂൾ ചെയ്ത് വേണം പോകാൻ. മീറ്ററെ കാണിക്കും. കയറ്റം കയറുമ്പോഴാണ് കൂടുതലും ഹീറ്റ് കയറി വരുന്നത്. ഇറങ്ങുന്നതനുസരിച്ച് പതിയെ ജീപ്പിന്റെ പോലെ താഴ്ന്നു വരും. പിന്നെ പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എറണാകുളം പ്രീമിയറിലാണ് പാർട്സ് കിട്ടും. അവിടുന്ന് സാധനം നമ്മൾ കൊറിയർ ചെയ്താണ് വരുന്നത്. ഓഹോ, കൊറിയർ ചെയ്ത് വാങ്ങിക്കുക. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന അവിടുന്ന് അവർ വാങ്ങുന്നു. ഇതെല്ലാം വേറൊരു കോട്ടയം രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്. പ്രീമിയർ പത്മിനിയാണ്. ഇത് കോട്ടയം രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അഡ്രസ്സിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് തിരുവല്ലയിലാണ് വാങ്ങിയ വണ്ടി. തിരുവല്ലയിൽ നിന്ന് വാങ്ങിച്ചത്? ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് വാങ്ങിച്ചത്. അതിന്റെ പരിപാടിയാണ്. ഷിനോയി എന്ന് പറഞ്ഞ ആളുടെ തന്നാണ്. ഷിനോയി മിഥുൻ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് സെക്കൻഡ് പാർട്സിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. പഴയ വണ്ടികളാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. തിരുവല്ലക്കാർ തന്നെയാണ്. ടൗണിൽ തന്നെയാണ് വീട് കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ എപ്പോൾ എടുത്ത് ഓടിക്കും? ഇത് ഏതെങ്കിലും പരിപാടി വരുമ്പോൾ നമ്മളപ്പം എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് പെടപെടുന്നത്. ഇത് എറണാകുളം രജിസ്ട്രേഷൻ ഒരു അംബാസഡർ. ഇത് 98 വണ്ടിയാണ്. BMC എഞ്ചിനാണ്. ഡീസലാണ്. BMC ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയും. AC ഒന്നും വരാത്തൊരു മോഡലാണ്. AC ഒന്നും വരാത്ത മോഡലാണ്.
അപ്പോൾ ഇച്ചിരി പുള്ളിങ് ആണ്. എന്താ വ്യത്യാസം? ഇത് മൈലേജ് നല്ല മൈലേജ് ഉണ്ട്. മൈലേജ് പിന്നെ പവർ തീരെ കുറവാണ്. പതിയെ കയറുള്ളൂ. കയറ്റൊക്കെ കണ്ട ഒരു പമ്മലാണ്. ഇത് ഏത് വർഷം വണ്ടി? 98 വണ്ടിയാണ്. 98. കഴിഞ്ഞുള്ള റിന്യൂവലൊക്കെ. ഓ നല്ലൊരു അംബാസഡറാണ്. കൊയാസ് സീറ്റ്. കൊയാസ് സീറ്റ് അപ്പോൾസ്റ്ററിയൊക്കെ കാണുമ്പോൾ ഓ നല്ല കുഷനല്ലേ? അതെ, അതങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് ആകുകയല്ല. ഇല്ല, നല്ല കോസ്റ്റും ആയിരിക്കുമല്ലോ. അത് അന്നത്തെ കാലത്ത് വന്നതാണ്. ഇപ്പോഴും അതുപോലെ തന്നെ. അത് ഒരു കാലഘട്ടത്തിൽ കൊയാസിന്റെ സീറ്റ് അപ്പോൾസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഇന്നത്തൊക്കെ ഇരുന്ന് ഇപ്പോഴത്തെ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പഴയ സോബയിലൊക്കെ ഇരിക്കുന്നത്. അതെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 2 വേറെ ജീപ്പ് കിടപ്പുണ്ട്. ഇതും പോലീസിന്റെ സെറ്റപ്പിന് വേണ്ടി ഒരു 90-80 കാലഘട്ടത്തിലെ പോലീസ് ജീപ്പായിട്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ മധുര, കാരക്കുടി, രാമേശ്വരമൊക്കെ പോയിട്ടുണ്ട്. കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടിയിട്ട്. അതിനൊരു പോലീസ് ജീപ്പായിട്ട് ക്യാരക്ടർ വണ്ടി ഉണ്ടായിരുന്നു. ഇത് ഏത് മോഡലാ? ഇത് 87 മോഡലാണ്. 87. ഇതന്നെ നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ ഇത് സ്റ്റിയറിംഗ് ഇടയ്ക്ക് വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോക്കിൽ ചെയ്യുന്നതാണ്. ഓട്ടത്തിൽ സ്റ്റിയറിംഗ് കുടയുന്ന അസുഖം ജീപ്പുകളുണ്ട്. ചിലത് അത് ഓക്കെ ആവും. ഒരു പിടുത്തമുണ്ടാവും. ചെറിയ പിടുത്തമുണ്ടോ? ചെറിയ സ്റ്റിയറിംഗ് ഒരു ബാലൻസ് ചെയ്യാനുള്ള ഒരു പിടുത്തം ഉണ്ടാവും. ഓവർ ഇറയിലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ആ ഒരു വണ്ടിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു 50 കഴിയുമ്പോഴത്തേക്കും ഒരു ഇങ്ങനെ കുടച്ചില്ല അത് ഒഴിവാകുമല്ലേ? ഓ, ഓട്ടത്തിൽ ഇടയ്ക്ക് ഒരു കുടച്ചിൽ വന്ന് വണ്ടി ഒന്ന് നമ്മുടെ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ടാവും. ഇതും നമുക്ക് ഫുള്ള് ഇപ്പം നമ്മൾ നിലയിൽ കിടക്കുന്ന ജീപ്പുകളെല്ലാം ഫുള്ള് ഓപ്പൺ ആക്കുന്ന രീതിയിലുള്ളതല്ലേ? ഇത് ഓപ്പൺ അല്ല, സാധാരണ നോർമൽ ജീപ്പ്. നോർമലാ? ഇത് 2 നോർമലാ. ഇതിന്റെ എല്ലാം ഓപ്പൺ ഗ്ലാസ് വരുന്നത്. ഇത് ഒരെണ്ണം ഓപ്പൺ ഗ്ലാസ്. 2 വണ്ടിയേ ഉള്ളൂ ഓപ്പൺ ഗ്ലാസ് മോഡൽ വരുന്നത്. ബാക്കിയെല്ലാം ഫിക്സഡ് ആണ് വരുന്നത്. ഇത് മേജറിന്റെ ഒരു ടൈപ്പാണ് വരുന്നത്. ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കില്ല. ഗ്ലാസ് ഫ്രെയിമാണ്. പിന്നെ ഇത് അന്വേഷിപ്പിക്കും കണ്ടെത്തും എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ ടോവിനോയുടെ ക്യാരക്ടർ വണ്ടിയായിട്ട് അതിനകത്തുണ്ട്. ഒരു ടൈമിൽ ഇത് ഒരു പോലീസ് വണ്ടിയായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്കിലൊക്കെ വരുമ്പം പഴയൊരു വെറൈറ്റി നേരത്തെ രീതിയിലുള്ള തമിഴ്നാട് പോലീസും കർണാടക പോലീസിനൊക്കെ പിന്നെ കേരള പോലീസിലുണ്ട് കാണിക്കുന്നുണ്ട്. ഒട്ടുമിക്ക സിനിമകളിലൊക്കെ ഉണ്ടല്ലോ. അതെ. പിന്നെ ഇതെല്ലാം നോർമൽ 2 വീലല്ലേ? ഇത് 2 വീലാണ്. നമ്മുടെ അടുത്ത് ഒരു 4 വീല് വണ്ടി മാത്രമേ ഉള്ളൂ. ഒരു 4 വീലേ ഉള്ളൂ. ബാക്കിയെല്ലാം 2 വീലർ. നമുക്കിപ്പം മറ്റേ ഷൂട്ടിങ്ങിനൊന്നും 4 വീലിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. ഇത് 4 വീല് കാണുമ്പോൾ ആരും ഒരാൾ വെറുതെ ഗിയർ ഒന്ന് മോശം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാലോ. പെട്ടെന്ന് എടുത്ത് കഴിയുമ്പോഴേക്കും അത് മാറ്റാൻ നിൽക്കണം. ചിലപ്പം ഡബിൾ ലോക്ക് ആയി പോകും. അങ്ങനെയൊക്കെ വള്ളിയുണ്ട്. ഡബിൾ ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. ഈ ഒറ്റ ഗിയറിലേ പോകത്തുള്ളൂ. അപ്പോൾ അതിനേക്കാൾ നല്ല ഇല്ലാത്തത്. അതുപോലെ അകത്ത് ഒരു 540 അല്ലേ ബ്രോ? 540 കിടപ്പുണ്ട്. അതുപോലെ ഒരു കിടിലം വില്ലീസ് കിടപ്പുണ്ട്. നമുക്ക് ഈ വില്ലീസ് എന്തായാലും അവർക്ക് ഓടിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ. അതുപോലെ ബെൻസ് കിടപ്പുണ്ട്. പിന്നെ കുറേ ബുള്ളറ്റ്, അതുപോലെ 2 വീലർ കുറേ അവിടെ ഉണ്ട്. 2 വീലേഴ്സ്. അതെ. പിന്നെ ആ ഈക്കോയും നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ഒരു ചെറിയ പരിപാടികൾക്കൊക്കെ ഓടുന്ന റിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്സ് കൊടുക്കാനുള്ളതാണോ? ഏത് മോഡലാണ് ഇത്? ഇത് 2012 മോഡൽ വണ്ടി. ഡീസൽ വണ്ടി. 3rd ഓണർഷിപ്പ്. 143 ആയിട്ടുണ്ട് കിലോമീറ്റർ. ഡീസലാണ്. LD ആണ് ഓപ്ഷൻ. അഡീഷണൽ പവറിൻ്റെ രണ്ടാമത് ആഡ് ചെയ്തിട്ടുണ്ട്. 4 ഡോർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും എക്സ്ചേഞ്ച് ഉണ്ടായി പിടിക്കാം. 2.4 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ആകുമ്പോൾ എന്തെങ്കിലും മാറ്റപ്പെടുത്തി കൊടുക്കും. നിലവിൽ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. AC നമ്മളെടുത്തപ്പോൾ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അത് തീർത്ത് AC 4 അലവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയേഴ്സ് ഒരു ആവറേജ് കണ്ടീഷൻസ്. ഡീസലാണ്. വണ്ടി. പിന്നെ ഈക്കോ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത ഷൂട്ടിങ്ങിന് ഇപ്പം വേറെ വണ്ടികളൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ വണ്ടി എടുക്കും. വണ്ടി നമ്മൾ ഡേറ്റ് നോക്കിയിട്ട് എടുക്കും. അത് നോർമലി ഉള്ള വണ്ടികൾ വെച്ച് നമ്മൾ ഓടാനാണ് പതിവ്. പക്ഷെ നിങ്ങൾ അവരുടെ ആവശ്യം അനുസരിച്ച് അധികം ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. നമ്മൾ പുറത്തുനിന്നൊരു വണ്ടി വിളിക്കുമ്പം ചിലപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല, അവർ തന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പം വില കൊടുത്തങ്ങ് വാങ്ങിക്കും. ഒന്നുണ്ടെങ്കിൽ എങ്ങനെയാ നോക്കിയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് മേടിക്കും. പിന്നെ നമ്മൾ ഉപയോഗമാണെങ്കിൽ ഉപയോഗിക്കും. ഹോൾഡ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അവിടെ വാങ്ങിച്ച് കൊടുത്തേക്കും.
ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികൾ നല്ല അലോയ്സ് കാര്യങ്ങൾ. അതുപോലെ ഇപ്പം നിങ്ങൾ ആ കാണുന്ന ആ ജീപ്പ്, നമ്മൾ രണ്ടാമത് കണ്ട ആ ജീപ്പ് ഓപ്പൺ ജീപ്പാണ്. ഓപ്പൺ ജീപ്പല്ലേ? നമുക്ക് ആവശ്യമുള്ളപ്പം ടോപ്പ് തുറക്കാം. ഇത് വെറൈറ്റി രീതിയിലാണ് ഇതിൻ്റെ അത് പഴയ ടൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. എന്തോ അലവിയിൽ പഴയ ഒരു ടൈപ്പാണ്. അലവിയിലാണ് പഴയ മോഡലാണ്. അലവിയിലല്ലേ? ഔട്ട് ഓഫ് ഫാഷൻ മോഡലാണ്. ഈ മോഡല് ആദ്യം ഇറങ്ങിയ മോഡല്. അത് 12 സൈസ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മാരുതി കാറിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതേലുണ്ട്. ഇത് എത്ര? ഇത് 15 സൈസ്. ബൊലേറോയുടെ ടയറും കാര്യങ്ങളൊക്കെ വരും. 15 സൈസാണ് വരുന്നത്. ബൊലേറോയുടെ സെയിം അല്ലേ? അതുപോലെ ഇതിൻ്റെ ഇത് കണ്ടല്ലേ? അതൊന്ന് ഓപ്പൺ ആക്കി ജസ്റ്റ് ഒന്ന്. ഇവിടെ എല്ലാം സ്ട്രാപ്പല്ല ഒട്ടിക്കുന്നതല്ലേ? വെൽക്രോം വെച്ച് ഒട്ടിക്കുന്നതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് അഴിക്കുകയും വെക്കുകയും ചെയ്യാം അല്ലേ? അതെ. ഇത് വേണമെങ്കിൽ കൊടുത്തേക്കാം, ആരെങ്കിലും പാർട്ടികളുണ്ടെങ്കിൽ കൊടുത്തേക്കാം. എന്താ ജീപ്പോ? ജീപ്പ് പരിപാടി വളരെ കുറവായതുകൊണ്ട് പിന്നെ ചുമ്മാ എല്ലാം എടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. 3000 കിട്ടിയാൽ കൊടുത്തേക്കാൻ വേണ്ടി. എത്ര? 3.4. ഇത് ഏത് മോഡലാണ് വണ്ടി? 97. 96 മോഡലുള്ളൂ. 97 രജിസ്ട്രേഷൻ ആണ്. 4 വീൽ വണ്ടി. നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാം. ഓപ്പൺ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഡബിൾ ലിവറാണ്, 4 വീലാണ്, ഡബിൾ ലിവറാണ് വരുന്നത്. കറക്റ്റ് ഇപ്പോൾ ഓപ്പൺ ജീപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ സ്വൈപ്പ് ചെയ്ത് മാറ്റുക. അതെ. ചുമ്മാ തട്ടി വരുമല്ലേ? സെറ്റ് ചെയ്ത് ഇത്രേ ഉള്ളല്ലേ? കുരിശ് വരെ ഒരു കൈയിരിക്കും. ഇത് ഫുള്ള് ഊരി സ്വൈപ്പ് ചെയ്താൽ മതി. മടക്കി നോക്കാം അല്ലേ? ബാക്കിൽ ഈ ഫ്രെയിം ഊരാൻ പറ്റുന്നതാണോ? അല്ല, വെൽഡിങ് അത് ഫിക്സഡ് ആണ്. വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. KL03 പത്തനംതിട്ട രജിസ്ട്രേഷൻ അല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് ഇത് കൊടുക്കാനുള്ള വണ്ടിയല്ലേ? അതെ. ഇത് 4 വീലാണ്. 3.4 കിട്ടിയാൽ നമുക്ക് കൊടുത്തേക്കാം. 3.4. അതെ. ഫുൾ ബോഡി കാര്യങ്ങളൊക്കെ ഇപ്പം പെയിന്റ് ചെയ്തിട്ടുള്ളൂ. നല്ല ബോഡിയും പുതിയ ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് വലിയ പൈപ്പ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ 4 വീൽ ബലം ഉണ്ടാവും. നല്ല ബലം ഉണ്ടാവും. നല്ല ബലമാണ്. 4 വീലാണ് വണ്ടി. ഡബിൾ ലിവറാണ്. പിന്നെ വേറെ നിലയിൽ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നിലവിൽ വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. 3.25 ചോദിക്കുന്നു. 3.4 രൂപ. 3.4. പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? അത് കിട്ടണമെന്നാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റപ്പെടുത്തി കൊടുക്കാം. ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഓപ്പൺ ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞ പിന്നെ വെച്ചാണോ? അല്ലല്ലോ, ഈ വണ്ടി വന്നപ്പം തന്നെ ഉണ്ടായിരുന്നതാണ്. നമുക്കിപ്പോൾ ഈ ജീപ്പിൻ്റെ സ്പെയറൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഇത് ഇവിടെ ഈരാറ്റുപേട്ട ടൗണിൽ കടയുണ്ട്. 3 കടകളുണ്ട്. കോട്ടയം കട എന്ന് പറഞ്ഞ കടയുണ്ട്. അവിടെ നിന്നാണ് സ്ഥിരം മേടിക്കുന്നത്. പാർട്സ് എല്ലാം കിട്ടുന്നത്. ജീപ്പിൻ്റെ ഒരു ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദൂരം പോകണം. എന്തെങ്കിലും മുണ്ടക്കയും അങ്ങനെയൊക്കെ പോയാൽ നമുക്ക് സാധനം കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് കോട്ടയത്ത് കിട്ടില്ലേ സാധനം? കോട്ടയത്തുണ്ട്. എല്ലാം ഒന്നും കാണത്തില്ല. അത്യാവശ്യം വേണ്ടിയതൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹിബാഷ് പ്രോയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഒന്ന് കോൺടാക്ട് ചെയ്യുക. 97 മോഡൽ വണ്ടിയാണ്. നല്ല കിടിലം വണ്ടിയാണ്. നല്ല ബോഡി കാര്യങ്ങൾ, നല്ല അലോയ്സ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല ടയറ് കാര്യങ്ങളെല്ലാം വണ്ടി നല്ല പുത്തൻ ടയർ കിടക്കുന്നു. 2 പുതിയ ടയറാണ്. ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നേരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്ക് പിന്നെ അടുത്ത വില്ലീസിലേക്ക് കിടക്കാം. അതുപോലൊരു ഒമിനിയും സെയിലിന് കിടപ്പുണ്ട്. 2014 മോഡലാണ്. എത്ര കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്? 21000 കിലോമീറ്റർ. ജെനുവിനാണോ? നമ്മൾ AVG വാങ്ങിയ വണ്ടിയാണ്. വണ്ടി വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 4 പുത്തൻ ടയർ, അപ്പോളോ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 5 സീറ്റാണ്. അത്യാവശ്യം ലോണൊക്കെ വേണ്ട ആൾക്കാർക്ക് ലോണൊക്കെ കയറും. വണ്ടി കിട്ടുകയും ചെയ്യും. 14 വണ്ടിയാണ്. എന്നാ ഉദ്ദേശിക്കുന്ന വണ്ടിക്ക്?
ഇത് 160. 160 ചോദിക്കുന്നു. ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എന്തായാലും ഹിബാഷ് ബ്രോയുടെ നമ്പറും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതിലേതെങ്കിലും വണ്ടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കൊടുക്കാനുള്ളതാണ്. ഏതാ ബ്രോ? ഇത് 14 നിസാൻ ടെറാന 85 ആണ് ഇതിന്റെ വേരിയന്റ് വരുന്നത്. 110 ഉണ്ട്, 85 ഉണ്ട്. ഇതിന്റെ പാർട്സ് നമ്മൾ മഹീന്ദ്ര വെറിറ്റോയുടെ പാർട്സ് സൂട്ടബിൾ ആണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ വെറിറ്റോടെയാണ് വരുന്നത്. അധികം സെൻസർ കാര്യങ്ങളൊന്നുമില്ല. ഇത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ അത്രേ വരുന്നുള്ളൂ. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈലേജ് നല്ല മൈലേജ് കിട്ടും. 10-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. മൈലേജ് കിട്ടില്ല. പെട്രോളാണോ? ഡീസൽ. ഡീസൽ ഡീസൽ വണ്ടിയാണ്. ഞാൻ കാണിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു 540 കൂടെ കണ്ടിട്ട് നമുക്ക് വില്ലീസ് ഓടിച്ചു നോക്കാം. ബാ. ഇത് 540 അല്ലേ? 540. ലാസ്റ്റ് ഒരു മഹീന്ദ്ര ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആഡ് വന്നിട്ടുണ്ട്. അതായത് മഹീന്ദ്രയുടെ ചെറിയൊരു ഒരാള് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്റെ ഫ്രണ്ടാണ് മാജിത്ത് എന്നാണ് പറഞ്ഞത്. പുള്ളി വന്നൊരു ഈ 540 വില്ലീസും കൂടെ വന്നിട്ട് അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോയി. ജീപ്പുകളൊക്കെ അതൊക്കെ പുള്ളി യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് മോഡലാണ് വണ്ടി? ഇത് 98 മോഡൽ. 98 540. ഇതും ഷൂട്ടിങ്ങിന് കൊടുക്കുന്നതാണ്. അത്യാവശ്യം ഈ കിടക്കുന്ന എല്ലാം ഷൂട്ടിങ്ങിന് കൊടുക്കുന്നതാണ്. പിന്നെ ചുരുക്കം കുറച്ച് വണ്ടികൾ മാത്രമേ സെയിലിന് കിടപ്പുള്ളൂ. നമുക്ക് വണ്ടികളോട് ഭയങ്കര ആഗ്രഹം ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് വണ്ടി നമുക്ക് കണ്ടാലും മേടിച്ച് അവിടെ ഇരുന്നു. എല്ലാം ഒന്നും ഓടിക്കുന്നില്ലെങ്കിലും വീടിനെ വിട്ടിട്ടാൽ രാവിലെ എഴുതി കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇത് ഫോറസ്റ്റിന്റെ സെറ്റപ്പിന് നമുക്ക് കൊടുക്കുന്നത്. ഫോറസ്റ്റിന്റെ കാട്ടാൻ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു, വെബ് സീരീസ് ആണ്. അതിലാണ് ഫസ്റ്റ് ഈ വണ്ടി പോകുന്നത്. 2 വർഷം വെറുതെ നമ്മൾ വാങ്ങിച്ച് ഇട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നീട് നമ്മൾ ഈ കളർ അവര് ആ പടത്തിന് വേണ്ടിയിട്ട് റെഫറൻസ് ചെയ്ത് അടിച്ചാണ്. പിന്നെ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ പടത്തില് പാർക്കിംഗ് സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഷൂട്ടിങ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കളറും കാര്യങ്ങളൊക്കെ മാറ്റുള്ളൂ. അല്ലെ 1-2 ദിവസത്തേക്ക് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അത് പിന്നീട് കളർ നല്ല കളറാണ്. ഐവറി കളറാണ്. അതായത് ഒരു ലൈറ്റ് മിലിറ്ററി ഷെയ്ഡ് പോലെ ഐവറി മോഡലാണ്. ബിസ്ക്കറ്റ് കളറൊന്നും ഓരോ രീതിയിലാണ് പറയുന്നത്. ഇപ്പം നമുക്ക് നേരെ വില്ലീസിനും ഓടിച്ചു നോക്കാം. വില്ലീസ് ഓടിച്ചു നോക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് പറയാം. സൈഡിലോട്ട് ഒടിവ് കുറച്ച് വെച്ചേക്കുന്നു. അതുകൊണ്ട് തിരിയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഗ്ലാസും ഹോൾഡ് ചെയ്യാൻ പറ്റും. വൈപ്പറൊക്കെ ടെക്നോളജിയാ. അതെ, പഴയ ബജാജ് ഓട്ടോറിക്ഷയല്ലേ മഴയത്ത് വൈപ്പർ ചെയ്യാൻ പോകുന്നു. അല്ലെങ്കിലും വൈപ്പർ വെച്ചാൽ റെഡി ആവൂല. എന്നുവെച്ചാൽ വെള്ളമൊക്കെ വീണിട്ട് മോട്ടർ കംപ്ലൈന്റ് ആവും. ഓട്ടോറിക്ഷയുടെയൊക്കെയാണ് എല്ലാവരും ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നല്ല പുള്ളിങ് അല്ലേ? ഇത് പഴയ ജെ എഞ്ചിനാണ്. ഇത് 4 സ്പീഡ്. സ്ലോ സ്പീഡ് അല്ല, 4 സ്പീഡ് 3+1 ഗിയർ. 3+1. നല്ല കയറ്റമാണ്. അല്ല, ബസ് റൂട്ട് പോകുന്നുണ്ട്. ബസ് ഇവിടെ ഇല്ലിക്കലിൽ പോകുന്ന റൂട്ടിലേക്ക് കുറച്ച് സ്ഥലമുണ്ട്. കാളക്കൂട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വരെ ബസ് ഉണ്ട്. അവിടെ എൻ്റെ ആണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് മുകളിലോട്ട് ഇല്ലിക്കലിൽ പോവാം. അവിടെ കൊണ്ട് തിരിച്ചോണ്ട് വരും. സ്ലോ സ്പീഡ് വണ്ടി ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചവിട്ടി നിർത്തിയാലല്ലേ വീഴത്തുള്ളൂ. എന്താ ഗിയർ ഒരു സ്ലോയിൽ നിർത്തിയാലേ വീഴുള്ളൂ. 3+1 ഗിയർ. പിന്നെ പഴയ അംബാസഡറിന് ഇതൊക്കെ ഇതേ അവസ്ഥ. ഹൈ ഗിയർ വണ്ടിക്ക് കുഴപ്പമില്ല. നോർമൽ നമുക്ക് സാധാരണ കുഴപ്പം. അതെ. നമ്മുടെ വില്ലീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറ. ഇത്
വണ്ടി നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പിന്നെ എടുത്ത സമയത്ത് ചെറിയ പണികൾ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ സംബന്ധമായ കാര്യങ്ങൾ. പിന്നെ നമ്മളൊരു ഫാദറിന്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിയാണ് നമ്മളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. സന്തോഷ് എന്ന് പറഞ്ഞ പുള്ളിക്ക് ജീപ്പിന്റെ പാർട്സും ജീപ്പിന്റെ സ്ക്രാപ്പിന്റെ യാർഡൊക്കെ. അപ്പൊ പുള്ളിയുടെ അടുത്ത് കുറെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലൊരാളെ വെച്ച് നമ്മൾ പണിയൊക്കെ എടുത്ത് നോക്കി, സെറ്റായില്ല. പിന്നെ പുള്ളി എടുത്തേപ്പിച്ചു, പുള്ളി നീറ്റായിട്ട് പണിത. അത് കഴിഞ്ഞ് കുറച്ച് അപ്പൊ പുള്ളി ആദ്യം പറഞ്ഞത് എഞ്ചിനൊന്ന് ഇതാകാൻ വേണ്ടിട്ട് ഓയില്, കുറഞ്ഞ ഓയില് ഒഴിക്കാൻ പറഞ്ഞു. 1000 കിലോമീറ്റർ കഴിയുമ്പോഴത്തെ സർക്കുലേഷൻ കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അത് ചേഞ്ച് ചെയ്തു. പിന്നെ 5000 ഓയിൽ സർവീസ് ചെയ്യണം. 5000 കിലോമീറ്റർ ഓടുമ്പോൾ 5000 കിലോമീറ്റർ തികച്ചും നല്ലതായിട്ട് ഓടുന്നില്ല. ഏതെങ്കിലും കാലത്തൊക്കെ ഇറക്കി പിന്നെ വീട്ടിൽ തന്നെ കൂടുതലും കിടപ്പിക്കുകയാണ് വണ്ടികൾ. ഷൂട്ടിങ്ങിന്റെ ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് വേറെ ആർക്കും നമ്മൾ കൊടുക്കുകയില്ല, ഷൂട്ടിങ്ങിന് മാത്രം. അതല്ലാതെ വേറെ ഒരു പരിപാടി. പിന്നെ ആഡ്, പരസ്യത്തിന്റെ പരിപാടികളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ കുറെ ആൾക്കാർ പല പ്രോഗ്രാമിനായിട്ട് വിളിക്കും, പക്ഷെ നമ്മള് കൊടുക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് പെട്രോൾ വണ്ടി ഉണ്ടായിരുന്നു കയ്യില്? പെട്രോൾ വണ്ടി ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അത് കൊടുത്തു. അത് വണ്ടി കംപ്ലൈന്റ് ആണ്. ആദ്യം ഓവർ ഹീറ്റ് ആവുകയാണ്. ഡെൽക്കോ കോയില് അത് കുറച്ച് നാളെ എടുത്തുള്ളൂ വണ്ടി. പവർ സ്റ്റിയറിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ആഡ് ചെയ്തിട്ടുണ്ട്. പലതും പല പാർട്സുകളാണ് വണ്ടി. അങ്ങനെ പവർ ബ്രേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മോഡല് ഇത് രജിസ്ട്രേഷൻ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ വണ്ടി. പഴയ വണ്ടിയാണ്, അങ്ങനെ മാനുഫാക്ചറിങ് ആയിട്ടൊന്നുമില്ല, കാണിക്കത്തില്ല. പഴയ മിലിറ്ററിയിൽ നിന്നെല്ലാം ലേലം പിടിച്ചു വരുന്ന വണ്ടികൾ. നമുക്ക് കൈമറിഞ്ഞാണ് വന്നത് വണ്ടി. അപ്പം ഇപ്പൊ ഇതും ബ്രദറിന്റെ പേരിലാണ് നിൽക്കുന്നത്. വണ്ടി രജിസ്ട്രേഷൻ ആയിട്ടുള്ള കാണിക്കുള്ളൂ. പിന്നെ പുതിയ ബുക്കുകളിൽ, നമ്മുടെ ഇപ്പോഴത്തെ ബുക്കുകളിൽ മാനുഫാക്ചറിങ് ആ ഒരു ഡേറ്റ് വെച്ച് കാണിക്കും. നേരത്തെ വണ്ടിക്കൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലോ സ്പീഡ് ഇന്റർനാഷണൽ എന്നൊക്കെ പറയും എഞ്ചിനെ. ഹീറ്റൊക്കെ കൊടുത്തു വേണം വണ്ടി രാവിലെ എടുക്കാൻ, കോൾ സ്റ്റാർട്ടൊക്കെ ചെയ്തെടുക്കാൻ. നമുക്കിത് ഓപ്പൺ ടൈപ്പ് ആണ്. നമുക്ക് റൂഫ് കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റാം. അപ്പോൾ നമുക്ക് വേറെ റെൻറ്റ് കാര്യങ്ങളൊന്നും വിടത്തില്ല. ഇപ്പം ബ്രോ പറഞ്ഞത് തന്നെ നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യം, അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്സോ കാര്യങ്ങൾ അങ്ങനെ ഉള്ള ഓട്ടം മാത്രമേ ഇത് പോകത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ നമുക്ക് ഒന്ന് ലൊക്കേഷൻ മാറ്റി പിടിച്ചാണ് ബാക്കി വീഡിയോ എടുത്തത്. വേറെ ഒന്നുമല്ല, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്, നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നമ്മൾ ഈ ലൊക്കേഷനും കാണാം, അതുപോലെ വണ്ടിയുടെ വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. പിന്നെ നമുക്കിത് ഓടിക്കുന്ന ബാക്കി വിഷ്വലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഹിബാഷ് ബ്രോ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.